ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആസിഡ് ബേസസ് ആൻഡ് സോൾട്സ്. നിങ്ങളെ NCERT ടെക്സ്റ്റ് ബുക്കിലെ മൊത്തം കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള മൊത്തമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ആസിഡ്സിനെ അതിന്റെ സ്ട്രെങ്ത്തിന്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്ട്രോങ് ആസിഡ്സ് ആൻഡ് വീക്ക് ആസിഡ്സ്. അതുപോലെ തന്നെ നമുക്ക് ആസിഡ്സിനെ ഓർഗാനിക് ആസിഡ്സ് ഓർ ഇനോർഗാനിക് ആസിഡ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നാച്ചുറൽ ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ ആസിഡ്സ് ഉണ്ട്, അതുപോലെ സിന്തറ്റിക് മാൻമെയ്ഡ് ആസിഡ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് ആസിഡ്സിനെ പരിചയപ്പെടാം. സം സ്ട്രോങ് ആസിഡ്സ് ആൻഡ് വീക്ക് ആസിഡ്സ്. സ്ട്രോങ് ആസിഡ്സിൽ നിങ്ങൾക്കറിയാം HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. HCl സ്റ്റൊമക്കിലൊക്കെ ഉള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോർ ഡൈജഷൻ. ദെൻ നൈട്രിക് ആസിഡ് വിച്ച് ഈസ് HNO3. നൈട്രിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്. കിങ് ഓഫ് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4. ദെൻ ഹൈഡ്രോബ്രോമിക് ആസിഡ് HBr. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ ഇത് മൂന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഈ മൂന്ന് സ്ട്രോങ് ആസിഡ്സ്: ഹൈഡ്രോക്ലോറിക് ആസിഡ്, HNO3, H2SO4. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഹൈഡ്രോബ്രോമിക് ആസിഡ്, ഹൈഡ്രോ അയോഡിക് ആസിഡ് HI, then perchloric acid HClO4, then HClO3 ക്ലോറിക് ആസിഡ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. then weak acids oxalic acid, then sulfurous acid, phosphoric acid, nitrous acid, okay, benzoic acid, acetic acid. ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കണം. അസറ്റിക് ആസിഡ് ഈസ് ഓൾസോ കോൾഡ് എത്തനോയിക് ആസിഡ്. നമ്മൾ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് എത്തനോയിക് ആസിഡ്. കെമിക്കൽ ഫോർമുല CH3COOH. ദെൻ ഫോമിക് ആസിഡ്, നമ്മുടെ ആന്റിബൈറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ആസിഡ് അല്ലേ, ഫോമിക് ആസിഡ് HCOOH. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെത്തനോയിക് ആസിഡ്. ഇപ്പോൾ സ്ട്രോങ് ആസിഡ്സിൽ ഈ മൂന്ന് ആസിഡ്സും, വീക്ക് ആസിഡ്സിൽ ഈ രണ്ട് ആസിഡ്സും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. Let's look at some examples of strong bases and weak bases. Strong bases: NaOH, sodium hydroxide. LiOH, lithium hydroxide. KOH, potassium hydroxide. നിങ്ങൾക്ക് ഇതിലൊക്കെ OH കോമൺ ആയിട്ട് കാണാം, ഹൈഡ്രോക്സൈഡ്. ബേരിയം ഹൈഡ്രോക്സൈഡ്, BaOH twice. These are strong bases, right? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, CaOH twice. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, നമ്മുടെ സ്ലേക്കഡ് ലൈം എന്നൊക്കെ പറയുന്നില്ലേ. ദെൻ സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡ്. ദീസ് ആർ സ്ട്രോങ് ബേസസ്. ഒരു 2-3 എക്സാമ്പിൾസ് മിനിമം നിങ്ങൾ പഠിച്ചു വെക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡ്, ലിഥിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ബേരിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, എക്സെട്ര. ഓക്കെ, വീക്ക് ബേസസിൽ ഈ അമോണിയ നിങ്ങൾ ഓർമ്മിച്ചു നോക്കണം. അമോണിയ ഇസ് എ വീക്ക് ബേസ്. NH3, അമോണിയ ഇസ് എ വീക്ക് ബേസ്. ദെൻ എത്തിലാമിൻ, then pyridine, aniline, ethylamine, ammonium hydroxide. ഈ NH4OH കൂടി നിങ്ങളൊന്ന് ഓർമ്മിച്ചു വെച്ചാൽ, ഈ രണ്ടെണ്ണം ഒന്ന് ഓർമ്മിച്ചു വെച്ചാൽ മതി. വീക്ക് ബേസ് അമോണിയം ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇത് ജസ്റ്റ് ഈ രണ്ട് ബേസ്, വീക്ക് ബേസ് കൂടി ഒന്ന് ഓർമ്മിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾ +2 +1 പഠിക്കുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഇപ്പോൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ആസിഡ്സിനെ നാച്ചുറൽ ആസിഡ്സ് ആയിട്ടും അതുപോലെ മാൻമെയ്ഡ് സിന്തറ്റിക് ആസിഡ്സ് ആയിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് വരുന്ന കുറച്ച് ആസിഡ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, സോഴ്സ് ഓഫ് ആസിഡ്: വിനെഗർ. നമുക്കറിയാം വിനെഗർ നമ്മൾ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് പറഞ്ഞതാണ്. ഡൈല്യൂട്ടഡ് അസറ്റിക് ആസിഡ് ആണ് വിനെഗർ. അസറ്റിക് ആസിഡ് നമുക്കറിയാം CH3COOH ഓർ എത്തനോയിക് ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. ആപ്പിളിൽ നമുക്ക് മെയിനായിട്ടുള്ള വരുന്ന കണ്ടന്റ് മാലിക് ആസിഡ് ആണ്. ആപ്പിളിലെ മെയിൻ കണ്ടന്റ് ആണ് മാലിക് ആസിഡ്. ഓക്കെ, ആന്റിബൈറ്റിൽ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ഫോമിക് ആസിഡ് ആണ്. ദെൻ മിൽക്കിൽ നമുക്ക് വരുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. ഇത് പഠിച്ചു വെക്കണേ, ചിലപ്പോൾ 1 വേർഡിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. മിൽക്കിൽ ലാക്റ്റിക് ആസിഡ്. ഗ്രേപ്സിൽ ടാർട്ടാറിക് ആസിഡ് ആണ്. ഗ്രേപ്സ് പോലെ നമ്മുടെ ടാമറിൻഡ് ഉണ്ടല്ലോ, ടാമറിൻഡിലും നമുക്ക് ടാർട്ടാറിക് ആസിഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഗ്രേപ്സു ആസ് വെൽ ആസ് ടാമറിൻഡ്. ദെൻ ടൊമാറ്റോ, ഓക്സാലിക് ആസിഡ്. ലെമൺ, സിട്രിക് ആസിഡ്. മെയിൻ കണ്ടന്റ് ആണ്. വിനെഗറിൽ അസറ്റിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, ആൻബൈറ്റിൽ ഫോമിക് ആസിഡ്,
മിൽക്ക് പ്രൊഡക്ട്സിലെ ലാക്റ്റിക് ആസിഡ്, ദെൻ ഗ്രേപ്സ് ടാമറിൻഡ് ടാർട്ടാറിക് ആസിഡ്, ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്, ലെമൺ സിട്രിക് ആസിഡ്. പഠിച്ചു വെക്കണേ മക്കളെ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സം ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ, ദെൻ ഫസ്റ്റ്, acids are sour in taste. Acids are sour in taste and sticky in nature. What do you mean by sticky? ഒരു ഒട്ടിപ്പിടിക്കുന്ന നേച്ചർ ആയിരിക്കും, സ്റ്റിക്കി നേച്ചർ ആയിരിക്കും ആസിഡ്സിന്. ഓക്കെ, ദേ ചേഞ്ചസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ബ്ലൂ കളറിലെ ലിറ്റ്മസിനെ റെഡ് കളറിലേക്ക് മാറ്റും. നമുക്കറിയാം റെഡ് ലിറ്റ്മസും ബ്ലൂ ലിറ്റ്മസും ഉണ്ട്. ആസിഡ്സ് ചേഞ്ചസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. കോമൺ എക്സാമ്പിൾസ് ആർ സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, then bases are bitter in taste. Bases are bitter in taste and soapy or slippery to touch. അത് സ്ലിപ്പറി ആയിരിക്കും, നമുക്ക് ഒട്ടിപ്പിടിക്കില്ല, സ്ലിപ്പറി ആയിരിക്കും ബേസസ്. ഓക്കെ, ദേ ചേഞ്ചസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. റെഡ് ലിറ്റ്മസിനെ ഏത് കളറിലേക്ക് മാറ്റും? ബ്ലൂ കളറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾസ് നമ്മൾ പറയുന്നതാണ് വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ ഒക്കെ. അത് പറയും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, difference between acids and bases. Acids give off hydrogen ions when dissolved in water. Acids വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം ഹൈഡ്രജൻ അയോൺസ് പറഞ്ഞാൽ H+ അയോൺസ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബേസസ് ഗിവ്സ് ഓഫ് ഹൈഡ്രോക്സിൽ അയോൺ. ഹൈഡ്രോക്സിൽ അയോൺ മീൻസ് OH- അയോൺ. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞിരുന്നു, എല്ലാത്തിലും നമ്മൾ OH കണ്ടിരുന്നല്ലോ. ഓക്കെ, OH- അയോൺ, അതാണ് ഹൈഡ്രോക്സിൽ അയോൺ വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓർമ്മിച്ച് നോക്കണേ. ദെൻ ഇത് നമ്മൾ പറഞ്ഞതാണ്, ഇറ്റ് ടേൺസ് ബ്ലൂ കളർ ലിറ്റ്മസ് ടു റെഡ്. ബേസസിന്റെ കേസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. സോർ ടേസ്റ്റ് ആണ്, ബിറ്റർ ഇൻ ടേസ്റ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് pH വാല്യൂ ഓഫ് ആസിഡ് റേഞ്ചസ് ഫ്രം 1 to 7. pH വാല്യൂ ആസിഡ്സിന്റെ 1 to 7 ആയിരിക്കും. pH നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ബേസസിന്റെ pH വാല്യൂ 7 to 14 ആയിരിക്കും. ബേസസിന്റെ pH വാല്യൂ 7 to 14 ആയിരിക്കും. നമ്മൾ ഡിഫറൻസ് ചോദിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പോയിന്റ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക, ആസിഡും ബേസും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ആസിഡ്സ് ഗിവ്സ് ഓഫ് H+ അയോൺസ് or hydrogen ions when dissolved in water. Bases gives off hydroxyl OH- ion when dissolved in water. Acid turns blue litmus to red, base turns red litmus to blue. Then acids are sour in taste, bases are bitter in taste. And it is also sticky in nature, slippery in nature. Okay, നമ്മൾ പറഞ്ഞതാണ്. pH value ranges from 1 to 7, pH value ranges from 7 to 14. Okay, next we are going to discuss about acid base indicators. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് ആസിഡ് ആണോ ബേസ് ആണോ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക? നമുക്കത് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുമോ? ഇല്ല, ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട് അല്ലേ? സ്ട്രോങ് ആസിഡ് ആണെങ്കിലോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ, ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും, ബേസ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കും. ഇതേപോലെ നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, acid base indicators are substances, usually a weak organic acid or base, that changes color to signal whether a solution is acidic, neutral or basic. അതായത് ആസിഡ് ബേസ് സബ്സ്റ്റൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആർ യൂസ്ഡ് ടു ചെക്ക് വെദർ എ ഗിവൺ സബ്സ്റ്റൻസ് ഈസ് അസിഡിക് ഓർ ബേസിക്. ആസിഡ് ആണോ ബേസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് എന്ത് പറയാ? ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ ആണല്ലോ. Acid base indicators are of mainly 3 types. നമുക്ക് 3 types indicators ഉണ്ട്. They are natural indicators, synthetic or artificial indicators, then olfactory indicators. Olfactory indicators. ഇതിൽ നാച്ചുറൽ ഇൻഡിക്കേറ്ററും സിന്തറ്റിക് ഇൻഡിക്കേറ്ററും നമ്മൾ കളർ ചേഞ്ചിലേക്ക് കൂടിയാണ് ആസിഡ് ആണോ ബേസ് ആണോ ചെക്ക് ചെയ്യുന്നത്. ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ സ്മെല്ലിലേക്ക് കൂടിയാണ് നമ്മൾ അത് ആസിഡ് ആണോ ബേസ് ആണോ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ലിറ്റ്മസ്, ദെൻ ടെർമറിക്, ഓക്കെ എക്സെട്ര നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പിന്നെ റെഡ് കാബേജ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ടെർമറിക്, ലിറ്റ്മസ്, റെഡ് കാബേജ് എക്സെട്ര. സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് മെയിനാണ് നമ്മൾ പഠിക്കേണ്ട മെയിൻ 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒന്ന് മീഥൈൽ ഓറഞ്ച് ആൻഡ് ഫിനോഫ്തലിൻ. മീഥൈൽ ഓറഞ്ച് ആൻഡ് ഫിനോഫ്തലിൻ. കളർ ചേഞ്ച് നമ്മൾ അടുത്തത് പറയും. ഓക്കെ, ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഓണിയൻ, ക്ലോവ് എക്സെട്ര. ഇതൊക്കെ ഓൾഫാക്ടറി വാനില എക്സെട്ര. ഇതൊക്കെ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആണ്.
കുറച്ച് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെ ആസിഡ് ബേസിസിലെ കളറും ഒന്ന് ചെക്ക് ചെയ്താലോ? ഓക്കെ, നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് ടേമറിക്കിന്റെ കളർ നമുക്കറിയാം യെല്ലോ ആണ്. ആസിഡിൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല, ഇറ്റ് റിമെയിൻസ് യെല്ലോ. ആസിഡിൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ബേസിൽ ഇറ്റ് ബിക്കംസ് റെഡിഷ് ബ്രൗൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെക്കണം. ടേമറിക് ബേസിൽ റെഡിഷ് ബ്രൗൺ ആവും. ഓക്കെ, ദെൻ റെഡ് കാബേജ് ജ്യൂസ്. റെഡ് കാബേജ് പറഞ്ഞാൽ നമ്മൾ നോർമൽ കാബേജ് അല്ല, ഒരു പേർപ്പിൾ കളറിലെ കാബേജ് ആണ് റെഡ് കാബേജ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് കളർ ഈസ് പേർപ്പിൾ ആൻഡ് ഇൻ അസിഡിക് മീഡിയം ഇറ്റ് ബിക്കംസ് റെഡിഷ്. അസിഡിക് മീഡിയത്തിൽ പേർപ്പിൾ കളറുള്ള റെഡ് കാബേജ് എന്ത് കളറായി മാറും? റെഡിഷ് ആയി മാറും. ഓക്കെ, ദെൻ ബേസിക് മീഡിയത്തിൽ അത് ഗ്രീനിഷ് യെല്ലോ ആയിട്ട് മാറും. ബേസിക് മീഡിയത്തിൽ ഗ്രീനിഷ് യെല്ലോ ആയിട്ട് മാറും. ഓക്കെ, let's look at indicators and their color change in acid and media. Sample solution: acid. Indicator: litmus. In acidic medium, blue litmus changes to red. Blue to red. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബേസിക് മീഡിയത്തിൽ റെഡ് ലിറ്റ്മസ് ബ്ലൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ, നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻഡിക്കേറ്റർ ഫിനോൾഫ്തലിൻ ബേസിക്കലി കളർലെസ് ആണ്. ഫിനോൾഫ്തലിൻ കളർലെസ് ലിക്വിഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഫിനോൾഫ്തലിൻ, കളർലെസ് ലിക്വിഡ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് റിമെയിൻസ് കളർലെസ് ഇൻ ആസിഡ്. ആസിഡിൽ റിമെയിൻ കളർലെസ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആസിഡിൽ റിമെയിൻ കളർലെസ്. ബട്ട് ഇൻ ബേസിക് മീഡിയം ഇറ്റ്സ് കളർ ചേഞ്ചസ് ടു പിങ്ക്. ബേസിക് മീഡിയത്തിൽ പിങ്ക് ആയിട്ട് മാറും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെക്കണം. ബേസിക് മീഡിയത്തിൽ പിങ്ക് ആയിട്ട് മാറും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച്. പേര് തന്നെ ഉണ്ട്, അതിൻ്റെ കളർ ഓറഞ്ച് ആണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റും, ദിസ് ഈസ് മീഥൈൽ ഓറഞ്ച് കളറാണ്. അസിഡിക് മീഡിയത്തിൽ അതിൻ്റെ കളർ റെഡ് ആവും. അസിഡിക് മീഡിയത്തിൽ കളർ ആവും. ബേസിക് മീഡിയത്തിൽ കളർ യെല്ലോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പിൾ സൊല്യൂഷൻ ആസിഡ്, ബേസ്, ലിറ്റ്മസ്, ബ്ലൂ ലിറ്റ്മസ് റെഡ്. അസിഡിക് മീഡിയത്തിൽ ബേസിക് മീഡിയത്തിൽ റെഡ് ലിറ്റ്മസ് ബ്ലൂ. ഓക്കെ, ഫിനോൾഫ്തലിൻ്റെ കേസ് ബേസിക്കലി കളർലെസ് ആണ്. ആസിഡിക് മീഡിയത്തിൽ റിമെയിൻസ് കളർലെസ്, ബേസിക് മീഡിയത്തിൽ പിങ്ക്. ഓക്കെ, മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ ഓറഞ്ച് ആണ്. അസിഡിക് മീഡിയത്തിൽ റെഡ്, ബേസിക് മീഡിയത്തിൽ യെല്ലോ. ഓക്കെ ആണല്ലോ. ഇൻഡിക്കേറ്റേഴ്സ്, ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഓർഡർ അല്ലെ സ്മെല്ല് വെച്ചിട്ടാണ് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സബ്സ്റ്റൻസസ് ഹൂസ് ഓർഡർ സ്മെൽ ചേഞ്ചസ് ഇൻ അസിഡിക് ഓർ ബേസിക് മീഡിയ ആർ കോൾഡ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ദ കോമൺ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓണിയന്റെ പീല് യൂസ് ചെയ്യും നമ്മൾ. ദെൻ ക്ലോവ്സ്, വാനില. ദീസ് ആർ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, now let's check how these olfactory indicators work. അതായത് ഐഡിയ സിമ്പിൾ ആണ്. ഈ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആയ വാനിലയോ ക്ലോവോ അല്ലെങ്കിൽ ഒനിയൻ പീലോ ആസിഡ്സിൽ സ്മെല്ല് ഉണ്ടാവും, ബേസസിൽ അതിൻ്റെ സ്മെല്ല് വാനിഷ് ചെയ്യും. ആസിഡ്സിൽ സ്മെല്ല് അതിൻ്റെ റെസ്പെക്റ്റീവ് സ്മെല്ല് ഉണ്ടാവും, ബേസസിൽ അതിൻ്റെ സ്മെല്ല് വാനിഷ് ആവും. ഐഡിയ ക്ലിയർ ആണല്ലോ, നോക്കിക്കോളൂ. ഇൻ ആൻ ആസിഡ് ദ ഓർഡർ ഓഫ് ഇൻഡിക്കേറ്റർ റിമെയിൻസ് ദ സെയിം. For example, the smell of vanilla will not change when an acidic solution is added. But in the case of base, the order of the indicator becomes undetectable. For example, the smell of onion or vanilla vanishes when a base is added to it. അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഡ്രോപ്പ് ഉണ്ടാവും സ്മെല്ലിൽ. നമുക്ക് ആ സ്മെല്ല് ചിലപ്പോൾ വളരെ ചെറിയ സ്മെല്ല് മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്മെല്ല് ഉണ്ടാവില്ല. ഐഡിയ ക്ലിയർ ആണ്. ആസിഡ്സിൽ സ്മെല്ല് ഉണ്ടാവും, ബേസിൽ സ്മെല്ല് ഉണ്ടാവില്ല. ഓക്കെ, next we are going to discuss about the reactions of acids and bases. Acids-ന്റെയും bases-ന്റെയും reactions നോക്കാം. Okay, how do acids and bases react with metals? Reaction with metals ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിൽ പറഞ്ഞതാണ്. Acids react with metals to form salt and hydrogen gas. Acids react with metals to produce salt and hydrogen gas. Okay, acid plus metal gives salt and hydrogen gas. Example നോക്കിക്കോളൂ. zinc plus HCl hydrochloric acid gives zinc chloride, Cl2, zinc chloride and hydrogen gas.
Fe plus H2SO4 gives FeSO4 plus H2. Okay. Bases also react with metals to produce respective salt and hydrogen gas. Base plus metal gives salt and hydrogen gas. Example, NaOH, sodium hydroxide, base aanallo, combines with zinc to produce Na2ZnO2. Na2ZnO2, it is called sodium syngate. ഓർമ്മിച്ച് വെക്കണേ, it is called sodium syngate plus hydrogen gas. And sodium hydroxide combines with the zinc to produce sodium syngate plus hydrogen gas. അപ്പോൾ ഇവിടെ മെറ്റൽസ് ആസിഡ് ആയിട്ടോ ബേസ് ആയിട്ടോ റിയാക്ട് ചെയ്താലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഈ ഹൈഡ്രജൻ ഗ്യാസ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? പോപ്പ് ടെസ്റ്റ്, ഹൈഡ്രജൻ pop test. That is, when you bring a burning matchstick near to a test tube containing hydrogen gas, it burns with a squeaky pop sound. ഒരു pop sound, pop നോട്ടൊരു സൗണ്ട് എന്നിട്ട് അത് ബേൺ ചെയ്യും, എയർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ടെസ്റ്റിന് എന്ത് പറയുന്നത്? ഹൈഡ്രജൻ പോപ്പ് ടെസ്റ്റ്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, hydrogen gas burns with a pop sound. Hydrogen gas burns with a pop sound. നമുക്ക് പോപ്പ് ടെസ്റ്റ് നോക്കാം. ഇതാണ് പോപ്പ് ടെസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. When you bring a burning matchstick near to a test tube containing hydrogen gas, it burns with a pop sound. Burns with a pop sound, right? So, to confirm the presence of hydrogen gas, a lit splint, for example, matchstick or lighter, is brought near to the opening of a test tube. If hydrogen is present, it ignites rapidly with the oxygen in the air, creating a squeaky pop sound. Okay, simple aanallo. This is hydrogen pop test. How do metal carbonates and metal bicarbonates react with acids and bases? നോക്കിക്കോളൂ, മെറ്റൽ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് പറയാം സോഡിയം കാർബണേറ്റ്, Na2CO3, മെറ്റൽ കാർബണേറ്റ് ആണ്. അതിൻ്റെ കൂടെ ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ മെറ്റൽ ബൈകാർബണേറ്റ് ആയി അല്ലേ, NaHCO3. ഇതെന്താണ്? സോഡിയം ബൈകാർബണേറ്റ്, NaHCO3. ഹൈഡ്രജൻ കൂടി വന്നാൽ ബൈകാർബണേറ്റ് ആവും. ഓക്കെ, സോ മെറ്റൽ കാർബണേറ്റ്സ് ഓർ മെറ്റൽ ബൈകാർബണേറ്റ്സ് രണ്ടായാലും കമ്പൈൻസ് വിത്ത് ആസിഡ് ടു പ്രൊഡ്യൂസ് സാൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റൽ കാർബണേറ്റ്സോ മെറ്റൽ ബൈകാർബണേറ്റോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സാൾട്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ആയിരിക്കും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജനെ പോപ്പ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ മിൽക്കി ടെസ്റ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യും. ഞാൻ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. Na2CO3, sodium carbonate, combines with HCl, hydrochloric acid, to give salt, NaCl, sodium chloride, common salt ആണ്, plus H2O plus CO2. Salt plus water plus carbon dioxide. NaHCO3 plus HCl. ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ രണ്ട് റിയാക്ഷനും സെയിം ആണ്, ബാലൻസിങ്ങിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെ 2 ഇല്ല, ബാക്കിയൊക്കെ സെയിം ആണ്. NaHCO3 plus HCl, ഇവിടെ ഒരു 2 ഉണ്ട്, അതില്ല. gives NaCl, സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അത് നമ്മൾ മിൽക്കി ടെസ്റ്റ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. മിൽക്കി ടെസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് മിൽക്കി ടെസ്റ്റ്. ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് മിൽക്കി ടെസ്റ്റ്. മിൽക്കി ടെസ്റ്റ് or lime water test. Lime water test. When carbon dioxide gas is flushed through lime water, what is lime water? Lime water is calcium hydroxide. Calcium hydroxide. When carbon dioxide gas is flushed through lime water, actually what the color of lime water is colorless. ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻ ആണ് ലൈം വാട്ടർ. ഇതിലെ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫ്ലഷ് ചെയ്യുമ്പം its color changes to milky white. Milky white due to the formation of calcium carbonate. Due to the formation of calcium carbonate, which is a insoluble in that solution. അല്ലേ, അത് ഇൻസോല്യൂബിൾ ആയിരിക്കും ഈ കാൽഷ്യം കാർബണേറ്റ്. അതുകൊണ്ട് ആ കളറ്, ട്രാൻസ്പെറൻറ്റ് കളറ് മിൽക്കി വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ.
So carbon dioxide turns lime water milky due to the formation of calcium carbonate. Okay. Then ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, വാട്ട് ഹാപ്പൻസ് വെൻ എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ. അതായത് നമ്മൾ കളർലെസ് ആയിട്ടുള്ള ലൈം വാട്ടറിനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്തിട്ട് മിൽക്കി കളറാക്കിയില്ലേ, ഈ മിൽക്കി കളറായ സൊല്യൂഷനിലെ കൂടി എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സാമിന് മുന്നേ ചോദിച്ചതാണ്, ശ്രദ്ധിക്കണം. ഓൺ പാസിങ് എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ദ മിൽക്കിനെസ് ഡിസപ്പിയർ. അതിൻ്റെ മിൽക്കിനെസ് ഡിസപ്പിയർ ചെയ്തിട്ട് അത് വീണ്ടും ട്രാൻസ്പെറൻ്റ് ആവും. സൊല്യൂഷൻ വീണ്ടും എന്താവും? ട്രാൻസ്പെറൻ്റ് ആവും. ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് സോല്യബിൾ കാൽഷ്യം ബൈകാർബണേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് സോല്യബിൾ കാൽഷ്യം ബൈകാർബണേറ്റ്. നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്, എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്, വിച്ച് ഈസ് CaHCO3 twice. CaHCO3 twice. ദിസ് ഇസ് ബൈ. ഹൈഡ്രജൻ വരുമ്പോൾ ബൈ എന്ന് പറഞ്ഞിരുന്നല്ലോ, ഹൈഡ്രജൻ വരുമ്പോൾ ബൈ. അപ്പോൾ CaHCO3 twice. This is calcium bicarbonate and which is soluble in the water. Okay. അപ്പം സൊല്യൂഷൻ എന്തായി മാറി? സൊല്യൂഷൻ മിൽക്കി വൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കളറിൽ ഡിസപ്പിയർ ചെയ്തിട്ട് കളർലെസ് ആയി മാറും. ഓക്കെ ആണല്ലോ? റിയാക്ഷൻ ശ്രദ്ധിച്ചോളൂ. കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ, again carbon dioxide gas is flushed, then it becomes calcium bicarbonate, CaHCO3 twice. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈം വാട്ടർ. ഈ ലൈം വാട്ടറിലേക്ക് കൂടി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫ്ലഷ് ചെയ്യുമ്പം അത് മിൽക്കി വൈറ്റ് കളറായിട്ട് മാറും. ഓക്കെ ആണല്ലോ? മിൽക്കി വൈറ്റ് കളറായിട്ട് ചേഞ്ച് ചെയ്യും. ഇതാണ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. Again you flushed carbon dioxide through the solution, it becomes transparent. അതെന്തായി മാറും? ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? Then neutralization reaction. Neutralization reaction വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. വാട്ട് ഹാപ്പൻസ് വെൻ ആസിഡ് ആൻഡ് ബേസസ് കമ്പൈൻസ് ടുഗദർ. ആസിഡും ബേസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആസിഡും ബേസും കൂടി കമ്പൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതാണ് നമ്മളെടുത്ത് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആസിഡ് പ്ലസ് ബേസ് ഗിവ്സ് സാൾട്ട് ആൻഡ് വാട്ടർ. This type of reactions are called neutralization reaction. Okay, നോക്കിക്കോളൂ. The effect of an acid is nullified by a base and vice versa. That is, the effect of an acid is nullified by a base. Similarly, the effect of a base is nullified by an acid. That is, acid and bases react with each other to form salt and water. This reaction is called a neutralization reaction. Example ശ്രദ്ധിച്ചോളൂ. NaOH നമുക്കറിയാം സ്ട്രോങ് ബേസ് ആണ് അല്ലേ. HCl സ്ട്രോങ് ആസിഡ് ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്? NaCl, സോഡിയം ക്ലോറൈഡ്. അതൊരു ന്യൂട്രൽ സാൾട്ട് ആണ്. നെയ്തർ അസിഡിക് നോർ ബേസിക്. അസിഡിക്കും അല്ല ബേസിക്കും അല്ല, ന്യൂട്രൽ ആണ്. പ്ലസ് വാട്ടർ. ഓക്കെ ആണല്ലോ? മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം ബേസ് ആണ്. H2SO4 സ്ട്രോങ് ആസിഡ് ആണ് അല്ലേ. കമ്പൈൻ ചെയ്യുമ്പോൾ കാൽഷ്യം സൾഫേറ്റ് ന്യൂട്രൽ സാൾട്ട് ആണ്. പ്ലസ് H2O വാട്ടർ. സോ ആസിഡ് പ്ലസ് ബേസ് ഗിവ്സ് സാൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? ആസിഡ് പ്ലസ് ബേസ് ഗിവ്സ് സാൾട്ട് ആൻഡ് വാട്ടർ. റിയാക്ഷൻ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് ആസിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മക്കളെ ശ്രദ്ധിക്കണം. റിയാക്ഷൻ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സ്. ദ പോയിന്റ് ഈസ് metal oxides are basic in nature. വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് നോക്കേണ്ട കാര്യം, മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആയിരിക്കും. മെറ്റൽ ഓക്സൈഡ്സിൻ്റെ നേച്ചർ ബേസിക് ആണ്. സിമിലർലി നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ. നോൺ മെറ്റൽ ഓക്സൈഡ്സ് അസിഡിക് ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആയിരിക്കും, നോൺ മെറ്റൽ ഓക്സൈഡ്സ് അസിഡിക് ആയിരിക്കും. എപ്പോഴെന്താ കാര്യം?
ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, ആസിഡും ബേസും കമ്പൈൻ ചെയ്തിട്ട് സാൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് അല്ലേ, അപ്പം മെറ്റൽ ഓക്സൈഡ് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. ഓക്കെ, സിമിലർലി നോൺ മെറ്റൽ ഓക്സൈഡ്സ് അസിഡിക് അല്ലേ, ഈ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ദ കോട്ടിംഗ് ഓവർ ദ മെറ്റൽ വെസൽസ്, metal oxide react with acid and gets dissolved forming salt and water. അതായത് നമ്മൾ ഈ വെസൽസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടാമറിൻ്റെ ഒക്കെ യൂസ് ചെയ്യും. പുളിയില്ല, നമ്മൾ ടാമറിൻ്റെ, നമ്മൾ കോപ്പർ വെസൽസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാമറിൻ്റെ യൂസ് ചെയ്യും. അതായത് കോപ്പർ വെസൽസിൽ കോപ്പർ എയറിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോപ്പർ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. കോപ്പർ ഓക്സൈഡ് വിച്ച് ഇസ് എ മെറ്റൽ ഓക്സൈഡ് അല്ലേ. മെറ്റൽ ഓക്സൈഡിന്റെ പ്രോപ്പർട്ടി ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. അപ്പം നമ്മൾ ടാമറിൻ്റെ യൂസ് ചെയ്യുമ്പോൾ, ടാമറിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, ടാമറിൻ്റെ ടാർട്ടാറിക് ആസിഡാണ്, അസിഡിക് ആണ്. അപ്പം ഈ മെറ്റൽ ഓക്സൈഡും, അതായത് ബേസിക് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡും ടാമറിൻ്റെ ആസിഡിക് ആയിട്ടുള്ള ടാമറും കൂടി റിയാക്ട് ചെയ്തിട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുമ്പം ഇതിലുള്ള അതിലുള്ള ഡേർട്ട് മൊത്തം പുറത്തേക്ക് വരും. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, നോക്കിക്കോളൂ. Why do we use tamarind, lemon, etc. to clean metal vessels? Idea ഏതാണ്? They are acidic. Metal oxides are basic. Okay, so metal oxide plus acid gives salt and water. This is similar to a reaction of a base. Similarly, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. മെറ്റൽ ഓക്സൈഡ് നമുക്കിപ്പം K2O, പൊട്ടാസ്യം ഓക്സൈഡ് K2O കംപ്ലൈൻസ് വിത്ത് ആസിഡ്, ഫോർ എക്സാമ്പിൾ HCl. ഏത് ആസിഡും കൊടുക്കാം, HCl ഗിവ്സ്, ഇവിടെ ഉണ്ടാകുന്ന സാൾട്ട് ഏതായിരിക്കും, പൊട്ടാസ്യം ക്ലോറിനും, പൊട്ടാസ്യം ക്ലോറൈഡ് KCl പ്ലസ് H2. KCl പ്ലസ് H2 നോക്കിക്കോളൂ, ഇവിടെ ഉണ്ട് അത് HCl പ്ലസ് K2O ഗിവ്സ് H2O പ്ലസ് KCl. ഓക്കെ ആണല്ലോ. ന്യൂട്രലൈസേഷൻ നടന്നിട്ട് സാൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ. റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ. നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ അസിഡിക്. സോ ദേ കമ്പൈൻസ് വിത്ത് എ ബേസ് ടു പ്രൊഡ്യൂസ് salt and water. They combine with a base to produce salt and water. എക്സാമ്പിൾ നോക്കിക്കോളൂ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ബേസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് നോൺ മെറ്റൽ ഓക്സൈഡ്. നോൺ മെറ്റൽ, കാർബൺ നോൺ മെറ്റൽ ആണല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് നോൺ മെറ്റൽ ഓക്സൈഡ്സ്. അപ്പം ബേസും നോൺ മെറ്റൽ ഓക്സൈഡും, ബേസ് ഇത് നോൺ മെറ്റൽ ഓക്സൈഡ് അസിഡിക് ആണ്. അപ്പോൾ ആസിഡ് പ്ലസ് ബേസ് ഗിവ്സ് സാൾട്ട്. കാൽഷ്യം കാർബണേറ്റ്, സാൾട്ട് പ്ലസ് വാട്ടർ. കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. So non-metal oxides are acidic in nature. Non-metal oxides are acidic in nature. Simple അല്ലേ? Then what do all acids have in common? ആസിഡ്സിൽ മൊത്തം കോമൺ ആയിട്ട് വരുന്ന കാര്യം എന്താണ്? ശ്രദ്ധിച്ചോളൂ. All acids produce ഹൈഡ്രജൻ അയോൺ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഡിഫറൻസ് പറയുമ്പോൾ ആസിഡും ബേസും തമ്മിൽ ഡിഫറൻസ് പറയുമ്പോൾ പറഞ്ഞിരുന്നു. ആസിഡ്സ് പ്രൊഡ്യൂസ് H+ അയോൺസ് ആൻഡ് ബേസസ് പ്രൊഡ്യൂസ് OH- അയോൺസ്. ഹൈഡ്രജൻ അയോൺ H+ ഓർ ഹൈഡ്രോണിയം അയോൺ. ഹൈഡ്രോണിയം അയോൺ H3O+ ആണ്. അതായത് ആസിഡ്സ് H+ അയോൺസോ അല്ലെങ്കിൽ H3O+ അയോണോ പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ്സ് ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോൺസോ H3O+ അയോൺസോ പ്രൊഡ്യൂസ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ പ്രസൻസ്, അതായത് ഡിസോൾവ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കോളൂ. HCl സ്ട്രോങ് ആസിഡ് ആണല്ലോ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. കമ്പൈൻസ് വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് H3O+ അയോണായി കാറ്റയോൺ Cl- ആനിയോൺ. H3O+ അയോൺ പ്രൊഡ്യൂസ് ചെയ്തു along with Cl- അയോൺ. Okay, and H+ ions or H3O+ ions is responsible for the electrical conductivity of acidic solution. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആസിഡ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കാരണം അതിലുള്ള പ്രസൻസ് ഓഫ് ദിസ് H+ ions or Cl- ions ആണ്. അതായത് Cl- എന്നല്ല, അതിലുള്ള അയോൺസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ആസിഡ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി, വാട്ടറിൻ്റെ കേസിലൊക്കെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പം എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ആസിഡ് ഈസ് ആഡഡ്.
വാട്ടറിൻ്റെ കേസിൽ നമ്മൾ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഡീകമ്പോഷൻ ഒക്കെ ചെയ്യുമ്പം നമ്മൾ അതിൽ ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് ആസിഡ് ആഡ് ചെയ്യും. ഇതാണ് കാരണം. ആസിഡ് ആഡ് ചെയ്യുമ്പം അതിൽ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ വിച്ച് പ്രൊഡ്യൂസേഴ്സ് കണ്ടക്ടിവിറ്റി. ഓക്കെ, സോ these ions are responsible for the electrical conductivity of acidic solutions. ഓർമ്മിച്ച് നോക്കണം. ഓക്കെ, some substances do not form H plus ions in aqueous solution even though the element hydrogen is present in the compound. They are not acids. Example, glucose, alcohol, etc. മുന്നേ ഒരിക്കൽ എക്സാമിന് ചോദിച്ച പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. ഈ ഗ്ലൂക്കോസ്, ആൽക്കഹോൾ പോലത്തെ സൊല്യൂഷൻസ് ആസിഡ് അല്ല. ആൽക്കഹോൾ, ഗ്ലൂക്കോസ്, നമ്മൾ ആൽക്കഹോളിനെ പറ്റി നമ്മൾ പഠിച്ചതാണ് കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ. അത് ആസിഡ് അല്ല. കാരണം അത് H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ പോലും. ഇപ്പം ഗ്ലൂക്കോസ് C6H12O6 അല്ലേ, ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ പോലും ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം അതിൽ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ആസിഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ നോട്ട് ആസിഡ്സ്. ഗ്ലൂക്കോസ്, ആൽക്കഹോളിനെ നമുക്ക് ആസിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, then what have all bases in common? ബേസസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്, all bases produce hydroxide ion, OH- ions, OH- ion or hydroxyl. നമുക്ക് hydroxyl ion എന്ന് പറയും. in the presence of water. വാട്ടറിന്റെ പ്രസൻസിൽ OH- ions ആണ് ബേസസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ നോക്കിക്കോളൂ, NaOH. വാട്ടറിന്റെ പ്രസൻസിൽ അക്വസ് ആണ്. അക്വസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതാണ്. ഓക്കെ, NaOH gives Na plus OH minus. Na plus OH minus. CaOH twice, aqueous. Ca2 plus OH2 OH minus. ഓക്കെ ആണല്ലോ. ഹൈഡ്രോക്സൈഡ് അയൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ബേസിക് സൊല്യൂഷൻ. ഈ ഹൈഡ്രോക്സൈഡ് അയോൺ ആണ് വാട്ടറിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ റീസൺ. ആസിഡ്സിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ റീസൺ H+ അയോൺസും, ബേസിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ റീസൺ OH- അയോൺസ്. H+ അയോൺസ് ഓർ H3O+ അയോൺസ് ആസിഡ്സിന്റെ കേസിൽ. ബേസസിന്റെ കേസിൽ OH- അയോൺസ്. ഓക്കെ ആണല്ലോ. We are going to discuss about the dilution of an acid. Dilution of an acid വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളെ ബോർഡ് എക്സാമിന് അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ, dilution of an acid. Dilution of acids. Acid must be slowly added to water since dilution is exothermic. വളരെ ശ്രദ്ധിക്കണം. Do not add വാട്ടർ ഇൻടു ആസിഡ്. അതായത് നിങ്ങൾ ആസിഡിൽ ഡയറക്റ്റ് ആയിട്ട് വാട്ടർ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. വളരെ എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ദിസ് ആസിഡ് മേ സ്പ്ലാഷ് ഔട്ട് ആൻഡ് ഇറ്റ് കോസ് സിവിയർ ബേൺസ്. അതായത് നിങ്ങൾ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് ആസിഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി എക്സോതെർമിക്. എക്സോതെർമിക് ആയതുകൊണ്ട് ഹീറ്റ് ലിബറേറ്റ് ഇല്ല. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ആൻഡ് ദ ആസിഡ് മേ സ്പ്ലാഷ് ഔട്ട് ആൻഡ് ഇറ്റ് കോസ് സിവിയർ ബേൺസ്. സോ ഡു നോട്ട് ആഡ് വാട്ടർ ഇൻ ടു ആസിഡ്. വാട്ടർ ഡയറക്റ്റ് ആയിട്ട് ആസിഡിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു ആഡ് ആസിഡ് ഇൻ ടു വാട്ടർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. ആസിഡ് വാട്ടറിലേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്ത് വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്. അതായത് നിങ്ങൾ ആസിഡ് വാട്ടറിലേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് മെത്തേഡിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളത് കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റിർ ചെയ്യണം. ഇതാണ് ദ എക്സാക്ട് പ്രൊസീജിയർ ഓഫ് ഡൈല്യൂഷൻ ഓഫ് എൻ ആസിഡ്. So what is the exact procedure of diluting an acid? Do not add water directly into acid. You have to add acid into water drop by drop with constant stirring. Clear ആണല്ലോ? Okay. So otherwise it may cause burns due to the acid splash and cause breakage of glass containers also. നമ്മൾ ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ,
Mixing an acid or base with water decreases the concentration of ions per unit volume. Important ആണ്, ശ്രദ്ധിച്ചു നോക്കണം. Mixing an acid or base with water decreases the concentration of ions. അതായത് H plus ions, ആസിഡ്സിന്റെ കേസിൽ H plus ions or H3O plus ions. ഇതിന്റെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. ബേസസിന്റെ കേസിൽ OH മൈനസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. ഡൈല്യൂഷൻ നടത്തുമ്പം കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് വോളിയം ഡിക്രീസ് ചെയ്യും. ഓർമ്മിച്ച് വെക്കണം. ഓക്കെ ആണല്ലോ. So always add acid to water. Do not add water to acid. Okay. Next we are going to discuss about pH scale. അതായത് നമ്മൾ ആസിഡ് ബേസിന്റെ ഡിഫറൻസ് പറയുമ്പോൾ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസിഡ്സിന്റെ pH നമ്മൾ 1 to 7 ബേസസിന്റെ pH 7 to 14 ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. സോ pH scale is a scale used to check whether a given substance is acidic or basic. Okay ആണല്ലോ. pH scale is a commonly used scale to measure the acidity or basicity of a substance. The possible value on the pH scale ranges from 0 to 14. Okay, ഇവിടെ കാണാൻ പറ്റും 0 to 14. 0 to 7 ആണെങ്കിൽ അസിഡിക് ആയിരിക്കും. അസിഡിക് ആണ്. 7 being neutral. 7 ന്യൂട്രൽ ആണ്. ഓക്കെ. 7 to 14 ആണെങ്കിൽ ബേസിക് ആയിരിക്കും. 7 to 14 ബേസിക് ആയിരിക്കും. 7 ന്യൂട്രൽ ആണ്. ഓക്കെ. Acidic substance have pH value ranging from 1 to 7. 1 being the most acidic. ശ്രദ്ധിക്കണം, 1 ബീയിങ് ദ മോസ്റ്റ് അസിഡിക്. അതായത് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുമ്പം സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുക, 7 സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴും റൈറ്റിലേക്ക് പോകുമ്പോഴും സ്ട്രെങ്ത് കൂടും. സോ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സെന്റർ. ന്യൂട്രൽ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കൺഫ്യൂസിങ് ആറ്. ന്യൂട്രൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 7 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 7 റൈറ്റിലേക്ക് പോകുമ്പോഴും ലെഫ്റ്റിലേക്ക് പോകുമ്പോഴും സ്ട്രെങ്ത് കൂടും. റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ബേസിക് ആണ്, സ്ട്രെങ്ത് കൂടും. ലെഫ്റ്റിലേക്ക് പോകുമ്പം അസിഡിക് ആണ്, സ്ട്രെങ്ത് കൂടും. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്പർ വാല്യൂ കൂടി വരുമ്പോൾ സ്ട്രെങ്ത് കുറയും. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ വാല്യൂ കുറഞ്ഞു വരുമ്പോഴാണ് സ്ട്രെങ്ത് കൂടുക. സോ 1 ബീയിങ് മോസ്റ്റ് അസിഡിക്. അത് 1 ആണ് അസിഡിറ്റി കൂടുതൽ. 6 എന്താണ്? വീക്കാണ്. ഓക്കെ ആണല്ലോ. ബേസിന്റെ കേസിലോ 8 വീക്കാണ്, 14 ആണ് എന്ത്? സ്ട്രോങ്. ഓക്കെ ആണല്ലോ. സോ the most acidic point on the pH scale and alkaline or basic substances have pH values ranging from 7 to 14. A perfectly neutral substance will have a pH exactly 7. Perfectly neutral ആണെങ്കിൽ pH value 7 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഐഡിയ ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് സബ്സ്റ്റൻസിന്റെ pH ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ന്യൂട്രലിന് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രൽ 7 ആണ്. പ്യുവർ വാട്ടറിന്റെ pH ഡിസ്റ്റിൽഡ് വാട്ടർ പ്യുവർ വാട്ടറിന്റെ pH 7 ആയിരിക്കും. ഓക്കെ. 6 എന്താണ്? വീക്ക് ആസിഡ് ആണ്. ഓക്കെ ആണല്ലോ. മിൽക്ക് ഒരു വീക്ക് ആസിഡ് ആണ്. ദെൻ ബ്ലാക്ക് കോഫിന്റെ pH 5 റേഞ്ചിൽ വരുന്നതാണ്, വീക്കാണ്. ടൊമാറ്റോ നമുക്കറിയാം മെയിനായിട്ട് വരുന്ന കണ്ടന്റ് ഓക്സാലിക് ആസിഡ് ആണ് അല്ലെ ടൊമാറ്റോയിൽ. അപ്പം അതിന്റെ pH 4 ആണ്, വീക്കാണ്. ദെൻ ആപ്പിൾ ജ്യൂസിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന കണ്ടന്റ് മാലിക് ആസിഡ് ആണ്. മാലിക് ആസിഡും വീക്കാണ്, 3 ആണ് pH. ലെമൺ ജ്യൂസിൽ സിട്രിക് ആസിഡ് ആണ്. വീക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം റേഞ്ചിലാണ്. ഓക്കെ. നമ്മൾ ഗ്യാസ്ട്രിക് ആസിഡ് 1 pH ആണ്, HCl ആണ്. HCl, H2SO4 ഒക്കെ നമ്മൾ സ്ട്രോങ് റേഞ്ചിൽ വരുന്നതാണ് 1. ഓക്കെ ആണല്ലോ. ബേസിന്റെ കേസിലേക്ക് വരുമ്പോൾ 8 വീക്ക് ബേസ് ആണ് അല്ലേ. എഗ് ഒരു വീക്ക് ബേസ് ആണ്. ഓക്കെ. ബേക്കിംഗ് സോഡ 9 ആണ്. ബേക്കിംഗ് സോഡയുടെ ഫോർമുല എന്താണ് മക്കളെ? വിച്ച് ഈസ് NaHCO3. NaHCO3 സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയും. സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ. pH 9 ആണ്.
ബേസ് ആണ്. ഹാൻഡ് സോപ്പ്, ഹാൻഡ് വാഷ് ഒക്കെ pH 10 ആണ്, ബേസിക് ആണ്. ഓക്കെ. അമോണിയ സൊല്യൂഷൻ, അമോണിയ NH3, അമോണിയ ബേസ് ആണ്, നമ്മൾ പറഞ്ഞിരുന്നു, pH 11 ആണ്, മീഡിയം റേഞ്ചിൽ നിൽക്കുന്നതാണ്. ഓക്കെ. ബ്ലീച്ച്, ബ്ലീച്ചിന്റെ pH 12 ആണ്, ബേസ് ആണ്. ഓക്കെ. ആൽക്കലീസ്, NaOH, KOH, സ്ട്രോങ് ബേസസ് ആണ് അല്ലെ. ആൽക്കലി, വാട്ടർ സോല്യൂബിൾ ബേസിനാണ് നമ്മൾ ആൽക്കലി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, അതിന്റെ pH 13-14, സ്ട്രോങ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്ക് വരുമ്പം സ്ട്രോങ്, ഈ സൈഡിൽ വീക്ക്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മളെ വീക്ക്, ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്ട്രോങ്. ഇത് ആസിഡ്, നമുക്കറിയാം ഇത് ബേസിക് ആണ്, ഈ സൈഡിൽ ബേസിക് ആണ്, ഇവിടെ അസിഡിക് ആണ്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കും. ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറിഡേ ലൈഫ്. ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറിഡേ ലൈഫ്. നമ്മൾ ജസ്റ്റ് ഈ വാല്യൂസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ pH 7 to 7.8 ആണ്. അതായത് നമ്മൾ ന്യൂട്രൽ ആണ്, ന്യൂട്രൽ സ്ലൈറ്റ്ലി ബേസിക് ആണ്. ഹ്യൂമൻ ബോഡിയുടെ pH സ്ലൈറ്റ്ലി ബേസിക് ആണ്. 7 to 7.8, 7 to 7.8 ആണ് നമ്മളെ ഹ്യൂമൻ ബോഡിയുടെ pH, സ്ലൈറ്റ്ലി ബേസിക്. And when rainwater has a pH less than 5.6, it is called acid rain. നമ്മൾ കേട്ടിട്ടുണ്ടാവും ആസിഡ് റെയിൻ. നമ്മൾ കൊറോഷൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസിഡ് റെയിൻ, താജ്മഹലിന്റെ ഒക്കെ കൊറോഷൻ ഒക്കെ നടക്കുന്ന ആസിഡ് റെയിൻ കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഈ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൻ വാട്ടറിന്റെ pH 5.6 കുറയുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. 5.6. Plants need specific pH for the growth, so we need to check the soil pH. അതായത് നമ്മൾ സോയിൽ, ചിലപ്പോൾ സോയിൽ അസിഡിക് ആയിരിക്കും, ചില പ്രദേശങ്ങളിലെ സോയിൽ അസിഡിക് ആയിരിക്കും, ചില സ്ഥലങ്ങളിലെ സോയിൽ ബേസിക് ആയിരിക്കും. സോയിൽ അസിഡിക്, ചില സ്ഥലങ്ങളിലെ സോയിൽ ബേസിക് ആയിരിക്കും. അപ്പം സോയിൽ ചെക്ക് ചെയ്തിട്ട് അത് അസിഡിക് ആണോ ബേസിക് ആണോ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ മാനുവേഴ്സ് യൂസ് ചെയ്യുക. വളങ്ങൾ അവിടെ അസിഡിക് ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക് ആണെങ്കിൽ അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. ഓക്കെ. ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കണം. അവർ സ്റ്റൊമക് പ്രൊഡ്യൂസസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് നമുക്കറിയാം, ഫോർ ഡൈജഷൻ. ആൻഡ് ടു മച്ച് ഓഫ് ആസിഡ് പ്രൊഡ്യൂസ്ഡ് കോസസ് ഇറിറ്റേഷൻ ഇൻ അവർ സ്റ്റൊമക്ക് അല്ലേ. നമ്മൾ ഈ എക്സസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റൊമക്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. നമ്മൾ നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറയുന്ന, അസിഡിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം അല്ലേ. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എക്സസ് ആസിഡ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൈൽഡ് ബേസസ് യൂസ് ചെയ്യും. ദാറ്റ് ആർ കോൾഡ് ആൻറ്റാസിഡ്സ്, ആൻറ്റി ആസിഡ്സ്, ആൻറ്റാസിഡ്സ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഈനോ അല്ലെ, ജെലുസിൽ പോലത്തെ സബ്സ്റ്റൻസ്, ജെലുസിൽ, ഈനോ പോലത്തെ ക്യാപ്സ്യൂൾസ് ഉണ്ട്. ഇതൊക്കെ ആൻറ്റാസിഡ്സ് ആണ്, ആൻറ്റി ആസിഡ്സ് ആണ്, ആൻറ്റാസിഡ്സ്. ഓക്കെ. ടു ഗെറ്റ് റിഡ് ഓഫ് ദ acidity, bases called antacids are used. ഇവിടെ നിങ്ങളൊരു എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ആൻറ്റാസിഡ് ആണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റാസിഡ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ആൻഡ് വിച്ച് ഈസ് കോൾഡ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. ഓർമ്മിച്ച് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ, വിച്ച് ഈസ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, MgOH ട്വൈസ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതിൽ നമ്മളെ ആൻറ്റാസിഡ്സിലെ മെയിൻ കണ്ടന്റ് ആണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ. നമുക്കറിയാം, നമ്മളെ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ടൂത്തിന്റെ ഇനാമൽ അല്ലെ, ആൻഡ് വിച്ച് ഈസ് കാൽഷ്യം ഫോസ്ഫേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മുന്നേ എക്സാമിന് ചോദിച്ചതാണ്. ഇനാമൽ ഓഫ് teeth, which is calcium phosphate. So tooth enamel gets corroded by acids produced by bacteria which acts on food particles remains in our mouth അല്ലെ. നമ്മൾ കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ടീത്ത് കൃത്യമായിട്ട് ബ്രഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ബ്രഷ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ ഫുഡ് പാർട്ടിക്കിൾസ്, ഈ ചോക്ലേറ്റ്സ് പോലത്തെ ഇതിലുള്ള ഫുഡ് പാർട്ടിക്കിൾസ് മെയിനായിട്ട് ഇത് നമ്മുടെ കൊറോഷൻ ഉണ്ടാക്കും, നമ്മളെ കാൽഷ്യം ഫോസ്ഫേറ്റ്, അതായത് ഇനാമൽ. ഓക്കെ ആണല്ലോ. ടു പ്രിവെന്റ് ദിസ് വി യൂസ് ടൂത്ത് പേസ്റ്റ്.
which are basic. നമ്മളെ ഈ ഷുഗർ പാർട്ടിക്കിൾസ് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ നമ്മുടെ മൗത്തിലെ pH 5.5 കുറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ടൂത്ത് ഡീക്കേ സ്റ്റാർട്ട് ചെയ്യുക. If the pH of our mouth falls below 5.5, tooth decay starts. ഓർമ്മിച്ച് നോക്കണം, നമ്മളെ മൗത്തിലെ pH 5.5 കുറഞ്ഞു കഴിഞ്ഞാൽ tooth decay സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. To prevent this, we use toothpaste which contains basic substances. അല്ലേ, ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ബേസിക് സബ്സ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ബീസ് ആൻഡ് ആൻഡ്സ് ഇൻജെക്ട് ആസിഡ് നമ്മൾ പറഞ്ഞിരുന്നു, ഫോമിക് ആസിഡ് അല്ലേ. ഫോമിക് ആസിഡ് ആണ് നമ്മൾ ആൻഡ് ബൈറ്റിലും ബീ സ്റ്റിങ്ങിലും ഒക്കെ ഉണ്ടാവും. which is methanoic acid, HCOOH, methanoic acid. When they sting, so a mild base on the stung area gives relief. അവിടെ നമ്മൾ അപ്പോൾ ആസിഡ് ആണല്ലോ ഇൻജെക്ട് ചെയ്യുന്നത്, അവിടെ നമുക്കൊരു മൈൽഡ് ബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. യു ക്യാൻ യൂസ് സോപ്പും ടൂത്ത് പേസ്റ്റും ഒക്കെ നമുക്കറിയാം ബേസിക് സബ്സ്റ്റൻസ് ആണ്, അതുകൊണ്ട് നമുക്കത് പേസ്റ്റ് യൂസ് ചെയ്യാം നമ്മൾ സാധാരണ. ഓക്കെ ആണല്ലോ. ഓർ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ ഈസ് ഓൾസോ എ ബേസ്, NaCO3, നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സാൾട്ട്സ്. നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ആസിഡ് combines with the base to produce salt and water. ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സാൾട്ട് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ആസിഡും ബേസും സ്ട്രോങ് ആണെങ്കിൽ ഉണ്ടാകുന്ന സാൾട്ട് ന്യൂട്രൽ ആയിരിക്കും. ആസിഡ് സ്ട്രോങ്ങും ബേസ് വീക്കും ആണെങ്കിൽ ഉണ്ടാകുന്ന സാൾട്ട് ആസിഡിക് ആയിരിക്കും. ആസിഡ് വീക്കും ബേസ് സ്ട്രോങ്ങും ആണെങ്കിൽ ഉണ്ടാകുന്ന സാൾട്ടിന് ബേസിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, സോ salts are chemical compounds formed by the reaction of an acid and base consisting of ions held together by ionic bonds. For example, നമ്മൾ common salt NaCl is a neutral salt. നമുക്ക് പറയാം neutral salt ആണ്. ഇതിൽ നമ്മളെ അയോൺസ് Na+ അയോൺസും Cl- അയോൺസും ആണ്. സോഡിയം പോസിറ്റീവ് അയോണും ക്ലോറിൻ നെഗറ്റീവ് അയോണും കാറ്റയോണും ആനയോൺ. They are held by strong electrostatic force. അവർ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ട് അത് ഹെൽഡ് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത്, അയോണിക് ബോണ്ടിങ്, and it is called ionic bonding. Okay, they are commonly used in cooking, industry, health products, etc. എക്സാമ്പിൾസ് നോക്കാം. സോഡിയം ക്ലോറൈഡ് നമ്മളിപ്പോൾ പറഞ്ഞു, NaCl, പൊട്ടാസ്യം നൈട്രേറ്റ് KNO3, കാൽഷ്യം കാർബണേറ്റ് CaCO3, മെഗ്നീഷ്യം സൾഫേറ്റ് MgSO4, അമോണിയം നൈട്രേറ്റ് NH4NO3, then MgCl2 magnesium chloride, AlCl3 aluminum chloride, etc. Okay, pH of salts. A salt is formed by the reaction between acid and base. The pH of salts depends on the strength of original acid and base. ഞാൻ പറഞ്ഞിരുന്നു ആസിഡും ബേസും കമ്പൈൻ ചെയ്തിട്ടാണല്ലോ സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസിഡ് പ്ലസ് ബേസ് ഗിവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ. ഈ ആസിഡിനും ബേസിനെയും നമ്മൾ പാരന്റ് ആസിഡ് പാരന്റ് ബേസ് എന്ന് പറയും. പാരന്റ് ആസിഡും പാരന്റ് ബേസും. ഇപ്പം നോക്കിക്കോളൂ, ആസിഡ് പാരന്റ് ആസിഡ് സ്ട്രോങ്, ബേസും സ്ട്രോങ്. ആസിഡും സ്ട്രോങ്, ബേസും സ്ട്രോങ്. എക്സാമ്പിൾ നോക്കാം, NaOH സ്ട്രോങ് ബേസ് ആണ്, HCl സ്ട്രോങ് ആസിഡ് ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സാൾട്ട് കോമൺ സാൾട്ട് ആണ് NaCl, വിച്ച് ഈസ് ന്യൂട്രൽ. അത് സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. സോ NaCl ഈസ് എ ന്യൂട്രൽ സാൾട്ട്. ഓക്കെ ആണല്ലോ. ആസിഡ് സ്ട്രോങ്, ബേസ് വീക്ക്. അപ്പോൾ ആരാണ് സ്ട്രോങ്? സ്ട്രോങ് ആസിഡ് ആണ്. സോ സാൾട്ട് ഈസ് അസിഡിക്. നോക്കിക്കോളൂ, ആസിഡ് സ്ട്രോങ് HCl. Ammonium hydroxide NH4OH, ammonium hydroxide is a weak base. Ammonium hydroxide is a weak base. So the resulting salt is ammonium chloride, which is acidic. Ammonium chloride is acidic. So NaCl neutral, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമോണിയം ക്ലോറൈഡ് NH4Cl സാൾട്ട് നേച്ചർ അസിഡിക് ആണ്. ദെൻ ആസിഡ് വീക്ക്, ബേസ് സ്ട്രോങ്. ഉണ്ടാകുന്ന സാൾട്ട് ബേസിക് ആയിരിക്കും. ഓക്കെ ആണല്ലോ. CH3COOH നമുക്കറിയാം എത്തനോയിക് ആസിഡ് ആണ്, അസറ്റിക് ആസിഡ് അല്ലേ, വിച്ച് ഈസ് എ വീക്ക് ആസിഡ്. NaOH സ്ട്രോങ് ബേസ്.
പ്രൊഡ്യൂസ് ചെയ്യുന്ന സോൾട്ട് CH3COON, CH3COON, സോഡിയം എത്തനോയേറ്റ് എന്ന് പറയും. സോഡിയം എത്തനോയേറ്റ് വിച്ച് ഈസ് എ ബേസിക് സാൾട്ട്. ഓക്കെ, രണ്ടും വീക്ക് ആവുക, ആസിഡും വീക്ക് ബേസും വീക്ക്, അപ്പോൾ ഉണ്ടാകുന്ന സാൾട്ടും ന്യൂട്രൽ ആയിരിക്കും. ശ്രദ്ധിക്കണം, ആസിഡും സ്ട്രോങ് ബേസും സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ സാൾട്ട്, രണ്ടും വീക്ക് ആണെങ്കിലും ന്യൂട്രൽ സാൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ, രണ്ടും വീക്ക് ആണെങ്കിൽ ന്യൂട്രൽ. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾ നോക്കുള്ളൂ. CH3COH നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എത്തനോയിക് ആസിഡ്, അസറ്റിക് ആസിഡ് കമ്പൈൻസ് വിത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ്. CH3COONH4 is also a neutral salt പ്ലസ് വാട്ടർ. ഓക്കെ ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കെമിക്കൽസ് ഫ്രം കോമൺ സാൾട്ട്. നമ്മൾ NaCl നമുക്ക് കോമൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സാൾട്ട്സ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെമിക്കൽസ് ഫ്രം കോമൺ സാൾട്ട്. Common salt, which is we know sodium chloride, NaCl, is an important raw material for substances like sodium hydroxide, NaOH. Then bleaching powder. What is bleaching powder? Calcium oxychloride, CaOCl2. Okay. Then baking soda is NaHCO3, sodium bicarbonate. Then washing soda is Na2CO3.10H2, അതെന്താണെന്ന് പറയാം. ഓക്കെ, ആൻഡ് മെനി മോർ. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള മെയിനായിട്ടുള്ള 4 കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് വൺ NaOH, ദെൻ ബ്ലീച്ചിങ് പൗഡർ, പ്രൊഡക്ഷൻ ഓഫ് സോഡിയം ബൈകാർബണേറ്റ്, പ്രൊഡക്ഷൻ ഓഫ് വാഷിംഗ് സോഡ എക്സെട്ര. ഈ 4 കോമ്പൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. അതിൻ്റെ റോ മെറ്റീരിയൽ ആണാണ്. റോ മെറ്റീരിയൽ നമ്മുടെ NaCl ആണ്. NaCl ഈസ് ദി റോ മെറ്റീരിയൽ. സോ അതുകൊണ്ടാണ് കെമിക്കൽസ് ഫ്രം കോമൺ സാൾട്ട്. കോമൺ സാൾട്ട് എന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ റോ മെറ്റീരിയൽ ആരായിരിക്കും? NaCl ആയിരിക്കും. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഓഫ് NaOH. പ്രൊഡക്ഷൻ ഓഫ് NaOH എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബേസ് ആണ്, ആൽക്കലിയാണ്, നമുക്കറിയാം, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ പ്രോസസ്സിന് ഒരു പേരുണ്ട് മക്കളെ, ക്ലോർ ആൽക്കലി പ്രോസസ്. ദ പ്രോസസ് ഈസ് കോൾഡ് ക്ലോർ ആൽക്കലി. വൈ ഇറ്റ് ഈസ് കോൾഡ് ക്ലോർ ആൽക്കലി? ബിക്കോസ് ഇൻ എ സിംഗിൾ റിയാക്ഷൻ യു ഗെറ്റ് 3 പ്രൊഡക്ട്സ്. ഒരു സിംഗിൾ റിയാക്ഷനിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോസസ്സിൽ നമുക്ക് 3 പ്രൊഡക്ട്സ് കിട്ടും. ഏതൊക്കെയാണ് 3 പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ക്ലോർ മീൻസ് ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യും. ആൽക്കലി ഈസ് അവർ NaOH. ഇതാണ് നമ്മളെ മെയിൻ പ്രൊഡക്ഷൻ. നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? NaOH-നാണ്. ബൈ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ക്ലോറിനും ഹൈഡ്രജനും. അതായത് 3 പ്രൊഡക്ട്സ് ഒരു സിംഗിൾ റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യും, ക്ലോറിനും NaOH-ഉം H2. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻ എ സിംഗിൾ റിയാക്ഷൻ യു ഗെറ്റ് 3 പ്രൊഡക്ട്സ്. ഓക്കെ, ആ ഒരു കാര്യം ഞാൻ പറയാം. ഈ NaOH നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് പറയും. കോസ്റ്റിക് സോഡ അതൊന്ന് അറിഞ്ഞു വെച്ചോ മക്കളെ. സോഡിയം ഹൈഡ്രോക്സൈഡിന് മറ്റൊരു പേരാണ് കോസ്റ്റിക് സോഡ. ഓക്കെ, സോ നമുക്ക് റിയാക്ഷൻ എന്താ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ബ്രൈൻ എന്ന് പറഞ്ഞാൽ അക്വസ് NaCl ആണ്, അതായത് ഉപ്പുവെള്ളം ചുരുക്കി പറഞ്ഞു. അപ്പം നമ്മൾ റോ മെറ്റീരിയൽ പറഞ്ഞിരുന്നു, ഈ റിയാക്ഷൻസിലൊക്കെ നമ്മളെ റോ മെറ്റീരിയൽ ആരാ? NaCl, കോമൺ സാൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സോൾട്ട് സൊല്യൂഷൻ, അതായത് ബ്രൈൻ, നമ്മൾ ബ്രൈൻ എന്ന് പറയും, സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ, വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ സോഡിയം ക്ലോറൈഡ്, ബ്രൈൻ സൊല്യൂഷൻ, chlorine is formed at cathode and hydrogen at anode. അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോളിസിസ് ആണല്ലോ, അപ്പോൾ അവിടെ ഒരു ആനോഡും ഉണ്ടാവും കാഥോഡും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ആനോഡും കാഥോഡും പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ കാഥോഡിൽ നമ്മുടെ ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യും, ആനോഡിൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് NaOH ഈസ് ഫോംഡ് നിയർ കാഥോഡ്. ഈ നമുക്ക് മെയിൻ കണ്ടന്റ്, നമുക്ക് മെയിനായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ആരെയാണ്? NaOH ആണ്, കോസ്റ്റിക് സോഡയാണ്. അത് കാഥോഡിൻ്റെ അടുത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് റിയാക്ഷൻ ഈസ് കോൺ ആസ് ക്ലോർ ആൽക്കലി പ്രോസസ്. അപ്പോൾ റിയാക്ഷൻ നോക്കിക്കോളൂ.
ബ്രൈൻ NaCl സൊല്യൂഷൻ ആയതുകൊണ്ട് H2O. എയറോ മാർക്കിൻ്റെ മുകളിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്ന് മെൻഷൻ ചെയ്യണം. ഇലക്ട്രിസിറ്റി. സോ NaCl plus H2O in the presence of electricity. That is when electricity is passed through brine solution. NaOH, sodium hydroxide, hydrogen and chlorine are produced. സിംഗിൾ റിയാക്ഷനിൽ നമുക്ക് 3 പ്രൊഡക്ട്സ് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം കാഥോഡിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. കാഥോഡിൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും, ആനോഡിൽ ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഹൈഡ്രജൻ നമുക്കതിൻ്റെ യൂസസ് നിങ്ങൾക്കറിയാം. ഹൈഡ്രജൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ സെൽസിലാണ്. ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യും. ഫെർട്ടിലൈസേഴ്സ്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് അമോണിയൻ്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യും. അമോണിയൻ്റെ പ്രൊഡക്ഷൻ നമുക്കറിയാമല്ലോ. നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് അമോണിയ. നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യിച്ചാണല്ലോ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് അമോണിയൻ്റെ പ്രൊഡക്ഷനിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈഡ്രജൻ. ഓക്കെ. ആനോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോറിൻ നമുക്കറിയാം. ക്ലോറിൻ്റെ മെയിൻ പർപ്പസ് ഡിസിൻഫെക്റ്റിംഗ് ആണ് അല്ലേ. വാട്ടർ ട്രീറ്റ്മെൻറ്റ്സിൽ യൂസ് ചെയ്യും. സ്വിമ്മിംഗ് പൂൾസിൽ ക്ലോറിനേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. PVC പോളിവിനൈൽ ക്ലോറൈഡ്, PVC പൈപ്പ് നമ്മൾ പോളിവിനൈൽ ക്ലോറൈഡിൽ മെയിൻ കണ്ടന്റ് ആണ് ക്ലോറിൻ. ഡിസിൻഫെക്റ്റൻ്റ് ആണ്. CFC ക്ലോറോ കാർബൺസിൽ നമ്മൾ വരും. പെസ്റ്റിസൈഡ്സിൽ ക്ലോറിൻ യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. NaOHൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസസ്, ഫസ്റ്റ് മെയിൻ യൂസ് ആണ് ഡീഗ്രീസിങ് മെറ്റൽസിലുള്ള ഗ്രീസിനെയൊക്കെ ഡീഗ്രീസ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ വേണ്ടി ഡീഗ്രീസിങ് മെറ്റൽസ്. യൂസ്ഡ് ഇൻ ദ മേക്കിംഗ് ഓഫ് സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ്. സോപ്പും ഡിറ്റർജൻറ്റിലും നമ്മൾ യൂസ് ചെയ്യും. യൂസ്ഡ് ഇൻ ദ മേക്കിംഗ് ഓഫ് സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ്സ്. പേപ്പർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. ആർട്ടിഫിഷ്യൽ ഫൈബർ എക്സെട്ര. ഓർമ്മിച്ച് നോക്കണേ മക്കളെ ഇതിൻ്റെ യൂസസ്. ഹൈഡ്രജൻ്റെ യൂസ് നിങ്ങൾക്കറിയാം. ഫ്യൂവൽ സെൽസ്, ഫെർട്ടിലൈസർ, അമോണിയൻ്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യും. ക്ലോറിൻ ഡിസിൻഫെക്റ്റിംഗ്, PVC, അതുപോലെ പെസ്റ്റിസൈഡ്സിൽ യൂസ് ചെയ്യും. സ്വിമ്മിംഗ് പൂൾസ് ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ. NaOHൻ്റെ യൂസ് ഡീഗ്രീസിങ് മെറ്റൽസ്, സോപ്പ് ആൻഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ്സ്, പേപ്പർ ഇൻഡസ്ട്രി, ആർട്ടിഫിഷ്യൽ ഫൈബർ മേക്കിംഗ് എക്സെട്ര. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല ആയിട്ടും മുന്നേ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. CaOCl2. നെയിം ഈസ് കാൽഷ്യം ഓക്സിക്ലോറൈഡ്. CaOCl2. നമ്മളെ അതായത് ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ക്ലോറിൻ ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ക്ലോർ ആൽക്കലി പ്രോസസ്സിന്റെ ഒരു ഡ്രൈ പ്രോസസ്സാണ് ശരിക്കും പ്രൊഡക്ഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. നമ്മൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മളെ ബ്ലീച്ചിങ് പൗഡർ, നമ്മൾ ഡിസിൻഫെക്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പം ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ പ്രൊഡ്യൂസ് ചെയ്ത ക്ലോറിൻ ഉപയോഗിച്ച് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അല്ലാതെ സെപ്പറേറ്റ് ഒരു റിയാക്ഷൻ അല്ല. ക്ലോർ ആൽക്കലി പ്രോസസ്സിൻ്റെ ഒരു അണ്ടറിൽ വരുന്ന വേറൊരു റിയാക്ഷനാണ്. ഓക്കെ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ആക്ഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഓൺ ഡ്രൈ സ്ലാക്കറ്റ് ലൈം. നമുക്കറിയാം CaOH ടോയ്സ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ലൈം വാട്ടർ അല്ല, ഡ്രൈ സ്ലാക്കറ്റ് ലൈം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് when chlorine gas is passed through dry slackered lime, bleaching powder is produced along with water. Bleaching powder produce reactions ഓർമ്മിച്ച് നോക്കണേ. when chlorine gas is passed through dry slackered lime, calcium oxychloride bleaching powder is produced along with water. Uses നമുക്കറിയാണ്. ഫോർ ബ്ലീച്ചിങ് കോട്ടൺ, ലിനൻ, വുഡ് പൾപ്പ് എക്സെട്ര. ബ്ലീച്ചിങ് പർപ്പസാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓർമ്മിച്ച് നോക്കണം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് ബിക്കോസ് ഓക്സിജൻ ഈസ് പ്രസന്റ് അല്ലേ. CaOCl2 അല്ലേ, ഓക്സിജൻ ഉള്ളതുകൊണ്ട് അത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഫോർ ഡിസിൻഫെക്റ്റിംഗ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രിപ്പറേഷൻ ഓഫ് ബേക്കിംഗ് സോഡ.
baking soda. What is baking soda? Baking soda is sodium bicarbonate, NaHCO3, sodium hydrogen carbonate, sodium bicarbonate. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്ഷൻ. അത് നമ്മുടെ കോമൺ സാൾട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിൽ സെക്കൻഡ് പ്രിപ്പറേഷൻ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബേക്കിംഗ് സോഡയാണ്. അതായത് ഫസ്റ്റ് പ്രിപ്പറേഷൻ ക്ലോർ ആൽക്കലി പ്രോസസ് ആയിരുന്നു. അതിൻ്റെ ഒരു അണ്ടറിൽ വരുന്നതാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രൊഡക്ഷൻ. സെക്കൻഡ് പ്രൊഡക്ഷൻ പ്രിപ്പറേഷൻ ഓഫ് ബേക്കിംഗ് സോഡയാണ്. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നല്ല. ബേക്കിംഗ് സോഡ ഇസ് ഡിഫറെന്റ് ഫ്രം ബേക്കിംഗ് പൗഡർ. അത് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വൈറ്റ് പൗഡറാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈവനിങ് സ്നാക്സിലൊക്കെ അതൊന്ന് സ്പോഞ്ചിയായി വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡ ബേസിക് ആണ്. ബേക്കിംഗ് സോഡ നമുക്കറിയാം ബേസിക് നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും, ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ഈ ബേക്കിംഗ് സോഡ ബേസിക് ആണല്ലോ. ഈ ബേക്കിംഗ് സോഡയുടെ കൂടെ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആസിഡ് ലൈക്ക് ടാർട്ടാറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ന്യൂട്രലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ബിറ്റർ ടേസ്റ്റ് മാറും. അങ്ങനെയാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ബേക്കിംഗ് സോഡ പ്ലസ് മൈൽഡ് ആസിഡ് ലൈക്ക് ടാർട്ടാറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ബേക്കിംഗ് പൗഡർ. അങ്ങനെയാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുക ബേക്കിംഗ് പൗഡറാണ്. നമ്മൾ ഈവനിങ് സ്നാക്സിലാണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ ബേക്കിംഗ് സോഡ NaHCO3 is primarily prepared industrially by the Solvay process. ഇമ്പോർട്ടൻ്റ് ആണ്. ബേക്കിംഗ് സോഡ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോൾവേ പ്രോസസ്സിലാണ്. Why it is called Solvay process? Because ammonia is the main ingredient. ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് അമോണിയാണ്, NH3. നമുക്ക് നോക്കാം. When brine solution, that is our aqueous NaCl, is saturated with ammonia, NH3, brine solution water ഉണ്ടാവും in the presence of carbon dioxide gas to form sodium bicarbonate, which precipitates out and it is filtered, washed and dried. അതായത് റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ NaCl, this is brine, NaCl plus H2O, brine solution is saturated with ammonia in the presence of carbon dioxide gas. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Brine solution is saturated with ammonia in the presence of carbon dioxide gas to produce sodium bicarbonate, NaHCO3. ബാക്കി എന്തൊക്കെയാണ് ഉണ്ടാവുക? along with ammonium chloride, NH4Cl, along with ammonium chloride. So NaCl plus H2O plus NH3 plus CO2 gives NaCO3. This is our product, sodium bicarbonate along with ammonium chloride. ഓക്കെ ആണല്ലോ. റിയാക്ഷൻ നോക്കുള്ളൂ. NaCl plus H2O, NH3CO2 gives NH4Cl plus sodium bicarbonate. On heating, it produces large amount of carbon dioxide gas, which make our evening snacks spongy. നമ്മുടെ ഈ സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്നാക്സ് ഒക്കെ ഒന്ന് സ്പോഞ്ചിയായി വരും. അതിൻ്റെ കാരണം ഇത് ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്യുമ്പം അതിൽ നമുക്ക് NaHCO3 അല്ലേ, കാർബണേറ്റ് ആണ്. ഇത് ഹീറ്റ് ചെയ്യുമ്പം നോക്കിക്കോളൂ, NaHCO3 നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം സോഡിയം കാർബണേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് gets trapped inside this snack and it becomes sponge. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈ സ്നാക്കിൻ്റെ ചെറിയ സ്മോൾ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി ട്രാപ്പ് ചെയ്തിട്ട് അത് ആ സബ്സ്റ്റൻസ് ആ സ്നാക്ക് സ്പോഞ്ചിയായി മാറും. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. On heating, it produces large amount of carbon dioxide gas that makes our evening snacks spongy. For making baking powder, ഞാൻ നേരത്തെ പറഞ്ഞാണ്, for making baking powder, a mixture of baking soda with edible acid like tartaric acid is okay. ബേക്കിംഗ് സോഡയുടെ യൂസസ് നോക്കിക്കോളൂ. യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓഫ് ബേക്കിംഗ് പൗഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബേക്കിംഗ് പൗഡറിൻ്റെ പ്രൊഡക്ട്സിൽ യൂസ്ഡ് ആസ് എൻ അൻറ്റാസിഡ്
കാരണം ബേക്കിംഗ് സോഡ എന്താണ്, ബേസ് ആണ്. അതുകൊണ്ട് നമുക്ക് ആന്റി ആസിഡായിട്ട് അന്റാസിഡായിട്ട് യൂസ് ചെയ്യാം, ആന്റി ആസിഡ്സ്. ഓക്കെ, യൂസ്ഡ് ഇൻ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ യൂസ് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എ സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഇൻ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. സോ അവർ സബ്സ്റ്റൻസ് ഈസ് ബേക്കിംഗ് സോഡ, NaHCO3. സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ യൂസ് ചെയ്യും. യൂസ്ഡ് വൈൽ കുക്കിംഗ്, അത് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കുക്കിങ്ങിൽ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, സ്നാക്സിൽ നമ്മളെ ഇൻഗ്രീഡിയൻ്റ് ആണ് ബേക്കിംഗ് സോഡ. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ, ഓർമ്മിച്ച് നോക്കണം. യൂസ്ഡ് ഫോർ മേക്കിംഗ് ബേക്കിംഗ് പൗഡർ, യൂസ്ഡ് ആസ് ആൻ ആന്റാസിഡ്, യൂസ്ഡ് ഇൻ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ, യൂസ്ഡ് വൈൽ കുക്കിംഗ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണേ മക്കളെ, ഞാൻ പറയുന്നതിനനുസരിച്ചിട്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാഷിംഗ് സോഡ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് ഈസ് ബേക്കിംഗ് സോഡ? ബേക്കിംഗ് സോഡ ഈസ് NaHCO3. Then what is washing soda? Washing soda is Na2CO3 അല്ല, Na2CO3 dot 10H2 ആണ്. എന്താണ് ഈ ഡോട്ട് 10H2 എന്ന് പറയാം? അപ്പം വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ Na2CO3 ഡോട്ട് 10H2. അതിനെ നമ്മൾ ഈ ഡോട്ട് 10H2 10 ഡക്കയാണ്, 10ന് ഡക്ക എന്നാ പറയാ. സോ സോഡിയം കാർബണേറ്റ് ഡക്ക ഹൈഡ്രേറ്റ്, സോഡിയം കാർബണേറ്റ് ഡക്ക ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ 10 വാട്ടർ മോളിക്യൂൾസ്. 10 വാട്ടർ മോൾ, ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് പ്രസന്റ് ആയിരിക്കും. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, സോ വാഷിംഗ് സോഡ ഈസ് Na2CO3 ഡോട്ട് 10H2. വാഷിംഗ് സോഡ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിക്കോളൂ. റീക്രിസ്റ്റലൈസേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്, അതായത് നമ്മൾ ആദ്യം സോഡിയം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് വാഷിംഗ് സോഡയെ നമുക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞിരുന്നു, NaHCO3 ഓൺ ഹീറ്റിംഗ് പ്രൊഡ്യൂസസ് Na2CO3. അത് നമ്മൾ തൊട്ട് മുന്നിലത്തെ പേജ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. NaHCO3 on heating gives Na2CO3 plus H2O plus CO2. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, NaHCO3 on heating gives Na2CO3 plus CO2 plus H2O. അപ്പോൾ ആദ്യം നമ്മൾ സോഡിയം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, Na2CO3 സോഡിയം കാർബണേറ്റ് പ്രൊഡ്യൂസ് ഉള്ളത്. Na2CO3 എന്ന് പറഞ്ഞാൽ അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് ആണ്. Na2CO3 is anhydrous sodium carbonate. നമ്മൾ സോഡ ആഷ് എന്നൊക്കെ പറയും ഇതിന്. സോഡ ആഷ് പേരൊന്ന് ഓർമ്മിച്ച് വെച്ചോ, സോഡ ആഷ്. വാട്ട് ഈസ് കോസ്റ്റിക് സോഡ? NaOH കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ ഈസ് NaOH. നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത NaOHനെ കോസ്റ്റിക് സോഡ എന്ന് പറയും. ഓക്കെ, വാഷിംഗ് സോഡ എന്താണ്? Na2CO3 ഡോട്ട് 10H2. സോഡ ആഷ് എന്താണ്? Na2CO3. ഓക്കെ, അപ്പൊ നമ്മൾ Na2CO3 പ്രൊഡ്യൂസ് ചെയ്തല്ലോ, അൺഹൈഡ്രസ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ Na2CO3 റീക്രിസ്റ്റലൈസേഷൻ ചെയ്യും. റീക്രിസ്റ്റലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ Na2CO3ന്റെ ഒപ്പം കുറച്ച് വാട്ടർ ആഡ് ചെയ്യും. അപ്പൊ ഇതിൽ ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസിനെ ഈ സബ്സ്റ്റൻസ് സോഡിയം കാർബണേറ്റ് അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇറ്റ് ബിക്കംസ് Na2CO3 ഡോട്ട് 10H2 വാഷിംഗ് സോഡയായിട്ട് മാറും. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസിനെ മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസ് 10 ആണ്. സോ ഇറ്റ് ബിക്കംസ് Na2CO3 ഡോട്ട് 10H2 എന്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും? വാഷിംഗ് സോഡയായിട്ട് മാറും. അപ്പം വാഷിംഗ് സോഡേൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ബേക്കിംഗ് സോഡയിൽ നിന്ന് അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഴുതണം. ബേക്കിംഗ് സോഡ ഈസ് ഹീറ്റഡ്, ഇറ്റ് ബിക്കം സോഡിയം കാർബണേറ്റ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റിന് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് റീക്രിസ്റ്റലൈസേഷൻ. വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? യെസ്, അത് വാഷിംഗ് സോഡയായിട്ട് മാറും. ഓക്കെ ആണല്ലോ. യൂസസ് നോക്കിക്കോളൂ. ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ്, സിമെന്റ്, സോപ്പ്, ബൊറാക്സ് എക്സെട്ര. മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ്, സിമെന്റ്, സോപ്പ്, ബൊറാക്സ് എക്സെട്ര.
ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ക്ലീനിങ് ഏജന്റ്. നമ്മൾ ക്ലീനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. വാഷിംഗ് സോഡ നമുക്കറിയാവുന്നതാണ്. വാഷിംഗ് സോഡ ക്ലീനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഫോർ റിമൂവിങ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ, അതായത് ചില സ്ഥലങ്ങളിലെ വാട്ടറിന് ഒരു ഹാർഡ്നെസ് ഉണ്ടാവും. നമ്മൾ സോപ്പ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ലേദർ ഇൻ ഇറ്റ്, അതായത് സോപ്പ് പതയില്ല, ലേദർ പ്രൊഡ്യൂസ് ചെയ്യില്ല അല്ലേ. അങ്ങനത്തെ വാട്ടറിനെ നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയും. ഡിറ്റർജൻസ് വർക്ക് ചെയ്യും, നമ്മൾ കാർബണൈൽ കോമ്പൗണ്ട്സിൽ പറഞ്ഞതാണ്, ഡിറ്റർജൻസ് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഹാർഡ് വാട്ടറിൻ്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാഷിംഗ് സോഡ യൂസ് ചെയ്യും. വാഷിംഗ് സോഡ ഇസ് യൂസ്ഡ് ഫോർ റിമൂവിങ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പം നമ്മൾ ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ പറഞ്ഞില്ല. എന്താണ് ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ നോക്കാമല്ലോ. വാട്ട് ഈസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് എ ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഫിക്സ്ഡ് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് എ ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് കെമിക്കലി അറ്റാച്ച്ഡ് ടു ഈച്ച് ഫോർമുല യൂണിറ്റ് ഓഫ് സാൾട്ട്. അത് കെമിക്കലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം കോപ്പർ സൾഫേറ്റ് നമുക്കറിയാം. കോപ്പർ സൾഫേറ്റ് ഇതാണ്, ബ്ലൂ കളറാണ്, ഡാർക്ക് ബ്ലൂ കളറാണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി CuSO4 എന്ന് പറഞ്ഞാൽ നമ്മൾ അൺഹൈഡ്രസ് ആണ്, വാട്ടർ ഇല്ലാത്തതാണ്, അൺഹൈഡ്രസ് ആണ്. ആക്ച്വൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ CuSO4.5H2O, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ് ആക്ച്വൽ കോപ്പർ സൾഫേറ്റ്. അതിൽ 5 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും, CuSO4.5H2. വാഷിംഗ് സോഡയിൽ 10 വാട്ടർ മോളിക്യൂൾസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബ്ലൂ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ സീംസ് ടു ബി ഡ്രൈ, കണ്ടെയ്ൻ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഓൺ ഹീറ്റിംഗ് വാട്ടർ ഈസ് റിമൂവ്ഡ് ആൻഡ് ഇറ്റ് ടേൺസ് വൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്ലൂ കളറുള്ള നമ്മളെ കോപ്പർ സൾഫേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൽ 5 വാട്ടർ മോളിക്യൂൾ ഉണ്ടല്ലോ ഓൾറെഡി, അത് ഇവാപറേറ്റ് ചെയ്ത് പോകും. ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ കളറും മാറിയിട്ട് അത് കളർലെസ് ആയിട്ട് വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യും. അതായത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് എന്തായിട്ട് മാറും? അൺഹൈഡ്രസ് ആയി മാറും. ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ചേഞ്ചസ് ടു അൺഹൈഡ്രസ്, CuSO4 അൺഹൈഡ്രസ് ആയിട്ട് മാറും ഹീറ്റ് ചെയ്യുമ്പോൾ. ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറും. കളറ് ഡാർക്ക് ബ്ലൂ കളറിന്ന് വൈറ്റ് കളറായിട്ട് മാറും. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾസ്, നമ്മൾ ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷന് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഒന്ന് വാഷിംഗ് സോഡ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, Na2CO3.10H2. ജിപ്സം, ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റ് ആണ്. ജിപ്സം നമ്മൾ പറയും ജിപ്സം ഈസ് കാൽഷ്യം സൾഫേറ്റ്. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എത്രയാണ്? വാട്ടർ ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് എത്രയാണ്? 2. CaSO4.2H2. ഇതിൻ്റെ ഒപ്പം നമ്മൾ പറയുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് POP, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്കറിയുന്നതാണ്. നമ്മൾ വൈറ്റ് വാഷിംഗ് സമയത്ത് നമ്മൾ മോൾഡിങ് പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്ന, സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഫ്ലവർ വേസസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും അല്ലേ. POP ഫോർ ഫിക്സിങ് ഫ്രാക്ചേർഡ് ബോൺസ് എക്സെട്ര അല്ലേ. ഈ POP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പറഞ്ഞാൽ ഇതുപോലെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ള കോമ്പൗണ്ടാണ്. വിച്ച് ഈസ് CaSO4, കാൽസ്യം സൾഫേറ്റ് ആണ്. .12H2 ആണ്. 12H2. 2H2 ആണെങ്കിൽ ജിപ്സം, 12H2 ആണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, കോപ്പർ സൾഫേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ് ആണ്. പെൻഡാ മീൻസ് 5, CuSO4.5H2. ഈ കോമ്പൗണ്ട്സ്, 4 കോമ്പൗണ്ട്സ് നിങ്ങൾ ഓർമ്മിച്ച് നോക്കണം. വാഷിംഗ് സോഡ Na2CO3.10H2O, ജിപ്സം CaSO4.2H2O, POP CaSO4.12H2O. കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ് ആണ്. CuSO4.5H2. ഓക്കെ ആണല്ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പ്രൊഡക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ജിപ്സം. ജിപ്സത്തിനാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജിപ്സത്തിന് നമുക്ക് ഓൾറെഡി അറിയാം, ജിപ്സം CaSO4.2H2 ആണ്. ദിസ് ഈസ് ജിപ്സം. ജിപ്സം. then heating gypsum at 373 Kelvin. 373 Kelvin എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കറിയാം. ജിപ്സത്തെ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. സോ CaSO4.2H2O
is heated at 373 Kelvin അല്ലെങ്കിൽ or 100 degree Celsius. ഇപ്പോൾ 2H2O ഇല്ലേ, അതിൽ നിന്ന് 1.5 വാട്ടർ മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്യും. 1.5 വാട്ടർ മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്താൽ ബാക്കി എന്താ ഉണ്ടാവുക? CaSO4 ഡോട്ട് ഹാഫ് H2O അല്ലേ, പ്ലസ് ബാക്കി എത്ര? 1.5 H2O. അപ്പോൾ ഇതെന്തായി മാറും? POP ആയി മാറും. The partial dehydration removes 1.5 water molecules of water per formula unit. Per formula unit 1.5 വാട്ടർ മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യും. ഇപ്പോൾ എന്തായി മാറും? CaSO4 ഡോട്ട് ഹാഫ് H2O ആയി മാറും. CaSO4 ഡോട്ട് H2O heating at 373 Kelvin gives plaster of Paris plus 1.5 water molecules. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് എന്ന് പറയും. ഹെമി മീൻസ് ഹാഫ്. കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. ഓക്കെ, കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. നോക്കോളൂ, ഈ ഓൺ മിക്സിംഗ് വിത്ത് വാട്ടർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബിക്കം ഹാർഡ് സോളിഡ് മാസ് ഓഫ് ജിപ്സം. അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഹാഫ് H2O അല്ലേ, ഇത് വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൽ നിന്ന് 1.5 വാട്ടർ മോളിക്യൂൾസിനെ ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് എന്തായി മാറും? CaSO4 ഡോട്ട് 2H2O ആയി മാറും. CaSO4 ഡോട്ട് ഹാഫ് H2O combines with 1.5 mole. 1.5 means 3/2. 1/2 is 3/2 water molecules gives CaSO4 dot 2H2. Gypsum is a hardcore substance. അത് നമ്മൾ പെർമനന്റ് ആയിട്ട് അഫിക്സ് ചെയ്ത് വെക്കും. That is 1 molecule of water is shared by 2 water molecules in POP. 1 water molecules 2 water molecules ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് POP ആയി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1 molecule of water is shared by 2 water molecules in POP. Uses നമുക്കറിയാം, മേക്കിംഗ് ടോയ്സ്, ഡെക്കറേഷൻ മെറ്റീരിയൽസ് എക്സെട്ര, ഇൻ മേക്കിംഗ് സർഫേസ് സ്മൂത്ത് അല്ലെ, നമ്മൾ ജിപ്സം സീലിങ്ങും നമ്മൾ സർഫേസ് ഒക്കെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാൾസിലൊക്കെ സർഫേസ് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ജിപ്സം യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ഫോർ ഇമ്മൊബിലൈസിങ് ബ്രോക്കൺ ബോൺ ടു സപ്പോർട്ട് ഫ്രാക്ചേർഡ് ബോൺസ്. നമ്മളെ കയ്യിൽ എല്ലിനൊക്കെ ഫ്രാക്ചർ ഉണ്ടായാൽ എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളത് സപ്പോർട്ട് ചെയ്ത് അത് ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അനക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കവറിങ് കൊടുക്കും. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാണാം, നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ കെമിസ്ട്രി 10th CBSE കെമിസ്ട്രി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 4 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫിസിക്സിൽ ഉള്ള ബാക്കി ചാപ്റ്റേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.